നമുക്ക് ബോച്ചയെ മാത്രമല്ല രാഹുൽ ഈശ്വറിനെയും തൂക്കിക്കൊല്ലണം. ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും നിയമ നടപടികൾക്കൊരുങ്ങി നടി ഹണി റോസ്. ഞാനും എൻ്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതിന് പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണെന്നും ഹണി റോസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. തൻ്റെ പരാതിയുടെ ഗൗരവം ചോർത്തിക്കളയുവാനും ജനങ്ങളുടെ പൊതുബോധം തനിക്കെതിരെ തിരിക്കാനുമായി രാഹുൽ ഈശ്വർ സൈബർ ഇടത്തിൽ ഒരു ആസൂത്രിത കുറ്റകൃത്യം നടത്തുകയാണെന്നും അദ്ദേഹത്തിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും ഹണി റോസ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. തുടർച്ചയായി മാധ്യമങ്ങളിലൂടെ എനിക്കെതിരെ വരുന്ന, എൻ്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ, അശ്ലീല, ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിയിങ്ങിനും പ്രധാന കാരണക്കാരൻ താങ്കളാണ്. കോടതിയിൽ ഇരിക്കുന്ന കേസിലെ പരാതിക്കാരിയായ എന്നെ കടുത്ത മാനസികവ്യതയിലേക്ക് തള്ളിവിടുകയും ആത്മഹത്യയിലേക്ക് തള്ളിയിടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലും ആക്രമിക്കുമെന്നും അപായപ്പെടുത്തുന്നുമൊക്കെയുള്ള ഭീഷണികളുടെ രീതിയിലും തൊഴിൽ നിഷേധ രീതിയിലും നേരിട്ടും സമൂഹമാധ്യമം വഴിയും വരുന്ന വെല്ലുവിളികൾ നടത്തിയ രാഹുൽ ഈശ്വറിനെതിരെ ഞാൻ നിയമ നടപടികൾ കൈക്കൊള്ളുന്നു, ഹണി റോസ് പങ്കുവച്ച കുറിപ്പിൽ ഇപ്രകാരം വ്യക്തമാക്കി. എന്നാൽ ഈ കുറിപ്പടക്കം ഏതോ അഭിഭാഷകരുടെ നിർദ്ദേശമനുസരിച്ച് തയ്യാറാക്കിയതാണെന്ന് പകൽ പോലെ വ്യക്തമാണ്. ആദ്യം ബോബിയുടെ പേര് പോലും പരാമർശിക്കാതെയായിരുന്നു നടി തൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. എന്നാൽ അത് പോലീസ് കേസായതോടെ പരാതിയുടെ വ്യാപ്തി കൂടി ജാമ്യമില്ലാ വകുപ്പുകൾ ഇടുന്ന സെക്ഷനുകൾ അട്രാക്ട് ചെയ്യുവാൻ ശരീരത്തിൽ മനഃപൂർവ്വം പിടിച്ചു എന്നുവരെ ചേർക്കുകയുണ്ടായി. എന്തിന്? കേസിന് ബലം കിട്ടുവാൻ. എന്നാൽ വീഡിയോയിൽ നിന്നും നടിയുടെ അനുവാദത്തോടെയാണ് കയ്യിൽ പിടിച്ച് വട്ടം കറക്കുന്നത് എന്നും അവർ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ സഹകരിക്കുന്നതായും വീഡിയോയിൽ നിന്നും വ്യക്തമാണ്. ബോബിയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങളെയും വസ്ത്രധാരണത്തെയും എതിർക്കുന്നത് പോലെ തന്നെ നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാഹുൽ ഈശ്വറും നടിയുടെ വസ്ത്രധാരണത്തെ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നും നന്നായി വിമർശിച്ചിരുന്നു. ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും രാഹുലിൻ്റെ പ്രതികരണത്തിന് ഇത്രയും ജനപിന്തുണ കിട്ടുന്നത്. ഇതിനു മുമ്പ് ഏതൊക്കെ വിഷയങ്ങളിൽ രാഹുൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടോ അന്നെല്ലാം രാഹുലിനെ നാട്ടുകാർ വലിച്ചു കീറി പൊങ്കാലയിട്ടിട്ടുണ്ട്. എന്നാൽ ഈ നടി വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങളുടെ എല്ലാ വീഡിയോകളുടെ അടിയിലും രാഹുൽ ഈശ്വറിനെ വളരെ അനുകൂലിച്ചുകൊണ്ടുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം, ബഹുഭൂരിപക്ഷം സ്ത്രീജനങ്ങൾ തന്നെയാണ് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് എന്നതാണ്. വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള, പരിധി വിടാതെയുള്ള അഭിപ്രായ പ്രകടനങ്ങളായിരുന്നു രാഹുൽ നടത്തിയത്. രാഹുലിന്റെ അത്തരം പ്രതികരണങ്ങളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്ക് കാണാം. ഏത് സ്ത്രീയോടും ഏത് മനുഷ്യനോടും മോശമായി പെരുമാറുന്നതിനെ ആരും ന്യായീകരിക്കില്ല. ഇനുവെന്റോസ് ആൻഡ് ഇൻസിനുവേഷൻ അഥവാ വ്യംഗ്യത്തോടുകൂടി ലൈംഗിക ചോയുള്ള റിമാർക്സ് നടത്തുന്നത് നമ്മുടെ BNS സെക്ഷൻ 75 4ാം ഉപവകുപ്പ് പ്രകാരം തെറ്റ് തന്നെയാണ്. എന്നാൽ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടത്, ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്യേണ്ട നിലപാട്, ഏറ്റവും നല്ല നിലപാടുകളിലൊന്ന് പറഞ്ഞത് ഫറാ ഷിബിലയാണ്. ഫറാ ഷിബിലയുടെ നിലപാടും കൂടി ഈ ചർച്ചയിൽ വരുമ്പോഴാണ് അതിന്റെ രണ്ട് ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാകുക. ഫറാ ഷിബില പറയുന്നു, ആൺനോട്ടങ്ങളെയും ഈ നാടിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെയും അതിബുദ്ധിപരമായിട്ടാണ് ഹണി റോസ് ഉപയോഗിച്ചത് എന്ന്. കാര്യങ്ങൾ അത്ര നിഷ്കളങ്കമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ നിലപാടും കൂടി, അവരൊരു സ്ത്രീയാണ്, അഭിനേത്രിയാണ്, കലാകാരിയാണ്, ഇതേ രംഗത്ത് നിന്ന് വരുന്നൊരു വ്യക്തി കൂടിയാണ്. ഹണി റോസിന്റെ ഹണി റോസിനും വീട്ടുകാർക്കും വിഷമമായെങ്കിൽ അവരോടൊപ്പം തന്നെയാണ് എല്ലാം. പക്ഷേ അത്ര നിഷ്കളങ്കമാണ് കാര്യങ്ങളെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് സ്ത്രീ രംഗത്ത് തന്നെ വനിതാ പ്രവർത്തക കൂടിയായ സ്ത്രീ അല്ലെങ്കിൽ കലാകാരി മേഖലയിൽ നിന്ന് വന്നവരുടെ 2-3 വരികളെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്റെ തന്നെ വീഡിയോകൾ റീഷെയർ ചെയ്യുന്നതിലൂടെ എന്ത് മാതൃകയാണ് ഹണി റോസ് നൽകുന്നതെന്ന് ഷിബില മറ്റൊരു ചോദ്യമായിട്ട് ഉന്നയിക്കുന്നു. ബോച്ചയുടെ സംസാരത്തിന് മിതത്വമില്ലെന്നും ശരിയല്ലെന്നും പറയുന്നത് പോലെ ഹണി റോസിന്റെ വസ്ത്രധാരണം പലപ്പോഴും വൾഗറാണെന്നുള്ള വിമർശനത്തെ എന്തിനാണ് നമ്മൾ പേടിയോടെ കാണുന്നത്? എന്തിനാണ് അങ്ങനെ അസഹിഷ്ണുതയോടെ കാണുന്നത്? കേരളത്തിൽ ആർക്കെങ്കിലും അത് ഒരിക്കലെങ്കിലും തോന്നാതിരുന്നിട്ടുണ്ടോ? പലപ്പോഴും ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണെന്ന് തോന്നാത്ത ഒരു മലയാളെങ്കിലും ഉണ്ടോന്ന് ഒരു കാര്യം കൂടി രാഹുൽ ഈശ്വർ എന്ന പുരുഷവാദി അല്ല ചോദിക്കുന്നത്, ഫറാ ഷിബില എന്ന സ്ത്രീ ചോദിക്കുന്നു. ദയവായി ഒരു വരി കൂടി ശ്രദ്ധിക്കുക, ഒരു വരിയേ ഉള്ളൂ. മിസ് ഹണി റോസിനെ കുറിച്ച് പരസ്യമായോ രഹസ്യമായോ ഇവർ എന്താണ് കാണിക്കുന്നത് എന്ന് എങ്കിലും പരാമർശിക്കാത്തവർ ഈ കൊച്ചു കേരളത്തിൽ ഉണ്ടോന്ന് ഒരു സ്ത്രീ തന്നെ ചോദിക്കുകയാണ്. ഒരു ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, നത്തിങ് ദാറ്റ് ഈസ് മോറലി റോങ് ക്യാൻ ബി പൊളിറ്റിക്കലി റൈറ്റ്.
ധാർമ്മികമായ തെറ്റായ ഒരു കാര്യം ഒരിക്കലും രാഷ്ട്രീയപരമായി ശരിയാകില്ല. ബോബി ചെമ്മണ്ണൂർ ചെയ്തത് ശരിയാണെന്നല്ല, പക്ഷെ ഹണി റോസ് ചെയ്ത ചില കാര്യങ്ങളും സഭ്യതയുടെ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. സണ്ണി ലിയോൺ കൊച്ചിയിൽ വരുമ്പോൾ ഇവിടെ ആൾക്കാർ കാണാൻ കൂടുന്നത് സണ്ണി ലിയോന്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടി അല്ല. ലൈംഗിക ദാരിദ്ര്യമുള്ള ഒരു സമൂഹത്തിൽ അത് ചൂഷണം ചെയ്യുമ്പോൾ അതിന് പ്രതിഫലനങ്ങളും അനുരണനങ്ങളും ഉണ്ടാകും എന്നൊരു തിരിച്ചറിവ് നമ്മുടെ സഹോദരിമാർക്കും സുഹൃത്തുക്കൾക്കും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം ഇടിഞ്ഞു വീഴും എന്നൊരു ആറ്റിറ്റ്യൂഡ് കാണിക്കരുത്. അപ്പൊ ഇത് റിയാലിറ്റിയാണ്. തനിക്കെതിരെ നടി പരാതി നൽകാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴും അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഒരു വക്കീൽ എന്ന നിലയിൽ താൻ തന്നെ ആ കേസിനെ നേരിടും എന്ന്. ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുക്കുന്നതിനോടും പൂർണ്ണമായും യോജിക്കുന്നു. ഞാൻ ഒരു അഡ്വക്കേറ്റ് കൂടിയാണ്, അതുകൊണ്ട് എനിക്ക് വാദിക്കാൻ വേറെ ആളെ വെക്കേണ്ട ആവശ്യം വരില്ല. രാമപിള്ള സാറിനെ ഒന്നും എൻഗേജ് ചെയ്യാനുള്ള കാശും എൻ്റെ ഇല്ല. അതുകൊണ്ട് ഹണി റോസ് നിയമപരമായി ഏത് നടപടി എടുത്താലും അതിനെ പൂർണ്ണമായിട്ടും അതിനോട് എന്താ പറയുക യോജിക്കുന്നു. ഹണി റോസിനോടുള്ള ഇപ്പോഴുമുള്ള അഭ്യർത്ഥന, എന്നുമുള്ള അഭ്യർത്ഥന, ഹണി റോസ് കഴിവുള്ള പ്രതിഭയുള്ള വ്യക്തിയാണ്. സൗത്ത് ഇന്ത്യയിൽ തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ അടക്കം നായികയായിട്ട് വന്ന വ്യക്തിയാണ്. ഹണി റോസ് നല്ല കലാകാരിയാണ്. പക്ഷെ ഹണി റോസിനോടുള്ള വിമർശനം എന്നും തുടരും. ആ വിമർശനങ്ങളെ അത്ര അസഹിഷ്ണുതയോടെ കാണണോ എന്ന് ഹണി റോസ് കൂടെ തീരുമാനിക്കണം. ഹണി റോസിന്റെ സഭ്യതയെ മറികടക്കുന്ന ഒരു പരാമർശമെങ്കിലും എന്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ എന്നെ പിടിച്ച് ജയിലിൽ വിടണം, സംശയമില്ല. ഇനി ഹണി റോസോ താങ്കളോ നിങ്ങളടക്കം ആര് വേണമെങ്കിലും രാഹുൽ ഈശ്വർ ഏതെങ്കിലും സ്ത്രീയെക്കുറിച്ച് അല്ലെങ്കിൽ ഹണി റോസിനെ കുറിച്ച് ഏതെങ്കിലും ഒരു പരാമർശം വിമർശനം ഉണ്ടായിട്ടുണ്ട് 100%. പക്ഷേ 0.001 സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരണ പോലും കൂടാതെ തന്നെ ജയിലിലിടണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ട് ഹണി റോസിന്റെ എല്ലാ നടപടിയും സ്വാഗതം ചെയ്യുന്നു. ഹണി റോസ് വളരെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഹണി റോസ് ഇനിയും കരിയറിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിമർശനങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കൂടി എടുക്കണം എന്ന് ഹണി റോസിനോട് പറഞ്ഞു. ഹണി റോസ് ഒക്കെ ഒരു പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തിയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാവില്ലേ. അപ്പോ ഇത്തരം കാര്യങ്ങളെ കുറെ കൂടെ പോസിറ്റീവായി കാണണം. പ്രത്യേകിച്ച് നമ്മൾ പൊതുരംഗത്ത് നിൽക്കുന്നതുകൊണ്ട്, നമ്മളെന്ന് പറഞ്ഞാൽ ഞാനും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, ഹണി റോസും പൊതുരംഗത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പൊതുരംഗത്ത് നിൽക്കുന്ന വ്യക്തികൾ വിമർശനത്തിനോട് കുറെ കൂടെ സഹിഷ്ണുത അല്ലെങ്കിൽ ടോളറൻസ് ടു ക്രിറ്റിസിസം കാണിക്കണമെന്നുള്ളതാണ്. ഹണി റോസിന്റെ കുടുംബവും മറ്റും വേട്ടയാടപ്പെടുന്നെങ്കിൽ 100% ഹണി റോസിനൊപ്പമാണ്. അങ്ങനെ ആരെങ്കിലും സൈബർ ബുള്ളിങ് ചെയ്തെന്ന് കാണിച്ചാൽ, അവരുടെ പേരുകൾ കാണിച്ചാൽ ഞാനും നോക്കാം. അവർക്കെതിരെ ശക്തമായ വിമർശനവും നടപടി ഉണ്ടാകണം. ഹണി റോസിനെ, ഹണി റോസിന്റെ കുടുംബത്തിനെ എന്തെങ്കിലും നെഗറ്റീവായി പറയുകയാണെങ്കിൽ, പ്രത്യേകിച്ച് കുടുംബത്തെ പറയുകയാണെങ്കിൽ, കാര്യം അവരിതിലൊന്നും ഇൻവോൾവ് അല്ലാത്തവരാണ്, അവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ള കാര്യത്തിൽ ആർക്കും വിരോധമില്ല. വേണമെങ്കിൽ പരാതി കൊടുക്കാൻ ഞാനും തയ്യാറാണ്. ഇനി ചുമ്മാ പറയുന്നതല്ല, അതായത് ചുമ്മാ ഒരു സോഫ്റ്റ് ആക്കാൻ പറയുന്നതല്ല. ഹണി റോസിനെയും ഹണി റോസിന്റെ കുടുംബത്തെയും കുറിച്ച് ഏറ്റവും നല്ല കാര്യങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഞാൻ ഇന്നലെയൊക്കെ സൂചിപ്പിച്ചതുപോലെ എന്റെ സുഹൃത്ത് നാഷ് ഖാൻ അവരുമായി വ്യക്തിപരമായി പരിചയമുള്ള വ്യക്തിയാണ്. അപ്പൊ ഹണി റോസിനെ അടക്കം ഹണി റോസിന്റെ കുടുംബത്തെ കുറിച്ച് ബോയ് ഫ്രണ്ട് ആ സിനിമയുടെ കാലം മുതൽ ഏറ്റവും നല്ല കാര്യങ്ങളാണ്. അവരുടെ ഫാമിലിയൊക്കെ വളരെ പോസിറ്റീവും കോർഡിയലും ആണെന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. അങ്ങനെ അവർക്ക് എന്തെങ്കിലും വേദന സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഹണി റോസിനോടൊപ്പമാണ്, ഹണി റോസിന്റെ കുടുംബത്തോടൊപ്പമാണ്. പക്ഷെ ഹണി റോസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ, രാഹുൽ ഈശ്വർ അല്ല. രാഹുൽ ഈശ്വർ പൊതുസമൂഹത്തിൽ നിന്നിരുന്ന ഈ വിമർശനങ്ങളെ ക്രോഡീകരിച്ച് സമൂഹത്തിൽ സഭ്യമായി അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹണി റോസിനെതിരെ അതിശക്തമായ വിമർശനം ഉയരണം, സോഷ്യൽ ഓഡിറ്റ് ഉയരണം. പക്ഷെ ഹണി റോസിന്റെ സഭ്യതയെ അതിർവരമ്പ് ലംഘിക്കുന്നതല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, ദയവായി ശ്രദ്ധിക്കണം. ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം, ഹണി റോസിന്റെ സാരിയെ അല്ല. ഹണി റോസിന്റെ സമീപനത്തെ ആക്രമിക്കണം, ഹണി റോസിന്റെ ശരീരത്തെ അല്ല. ഹണി റോസ് എടുക്കുന്ന നിലപാടുകളെ ആക്രമിക്കണം, ഹണി റോസ് എന്ന വ്യക്തിയെ അല്ല. ഹണി റോസിന്റെ കുടുംബത്തെ ഒരു കാരണവശാലും ഒന്നും പറയുന്ന കാര്യത്തിൽ ആർക്കും ഒരു കാര്യമില്ല. അങ്ങനെ ആരെങ്കിലും ആഭാസം പറയുന്നുണ്ടെങ്കിൽ 100% ഹണി റോസിനൊപ്പമാണ്. ഹണി റോസ് ഒരുപക്ഷെ ഈ വിഷയത്തിലായിരിക്കാം ഇത്രയും വിമർശനം കേട്ടത്. എല്ലാ ദിവസവും ചർച്ചകൾക്ക് ഇരിക്കുമ്പോൾ ഇരുഭാഗത്തു നിന്നും എല്ലാ ദിവസവും ചീത്തകൾ കേൾക്കുന്ന എനിക്ക് ഹണി റോസിന്റെ വേദനയും വിഷമവും മനസ്സിലാവും. അതുകൊണ്ട് ഹണി റോസിന് ഐക്യദാർഢ്യമുണ്ട്. പക്ഷെ അത് ആഭാസം പറയുന്നവർക്കെതിരെ, അസഭ്യം പറയുന്നവർക്കെതിരെ ആയിരിക്കും. വിമർശനം വേറെ, അസഭ്യം വേറെ. ഈ ആഭാസം പറയുന്നവർക്ക് വഴിമരുന്നിടുന്നത് ആ വസ്ത്രമല്ലേ സാർ? രാഹുൽ ഈശ്വർ ഇടുന്ന വസ്ത്രം കാരണമാണോ ഹണി റോസിനെതിരെ വിമർശനം ഉണ്ടാകുന്നത്? ഹണി റോസ് ഇടുന്ന വസ്ത്രം കാരണമല്ലേ? ഹണി റോസ് ഇടുന്ന കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റൂ? ഹണി റോസിനെതിരെ വിമർശനം വരുന്നത് അവരുടെ വസ്ത്രധാരണം കാണുന്നതാണെന്ന് ഞാൻ പറഞ്ഞത് ഇത് രാവിലെയാണ് എന്ന് പറയുന്നത് പോലെ മാത്രമല്ലേ ഉള്ളൂ. ഹണി റോസിനെ ആൾക്കാർ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഹണി റോസ് സാരിയാണ് ഉടുക്കുന്നത്. പക്ഷെ സാരി ഉടുക്കുന്ന രീതിക്ക് കുറച്ച് ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്. ടിപ്പ് ബർസാപ്പാനിയിൽ നമ്മുടെ രവീനാട്ടൻ, അങ്ങക്ക് കണ്ണില്ലേ? അങ്ങക്ക് ഹണി റോസിന്റെ വസ്ത്രധാരണം കാണുമ്പോൾ എന്തേ എന്ന് തോന്നിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. ഞാൻ ചോദിക്കുന്നത്, എന്തേ എന്ന് തോന്നാത്ത ഒരു മലയാളി പോലും ഇല്ല. നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവൂ? താങ്കളും ഞാനും കൂടി കണ്ണടച്ചു പിടിച്ചാൽ നമുക്കല്ലേ ഇരുട്ടാവൂ? ലോകത്തിന് ഇരുട്ടാവില്ലല്ലോ. അതുകൊണ്ട് ഹണി റോസ് എന്ന കലാകാരിയെ ഇനിയും മലയാള സിനിമ കൂടുതൽ ഉപയോഗിക്കേണ്ടിയിരിക്കുന്നു.
കിട്ടേണ്ടിയിരിക്കുന്നു, കൂടുതൽ അവർക്ക് നല്ല റോളുകളും അവാർഡും ഒക്കെ കിട്ടേണ്ടിയിരിക്കുന്നു. ഹണി റോസിനെ ഒരു വരി കൂടെ പറയാം. ഹണി റോസിനെ കോംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയണം? ഹണി റോസ് സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറയാണെന്ന് പറയണം. വളരെ പോസിറ്റീവായ കോംപ്ലിമെന്റ് ആണ്. ഹണി റോസിന്റെ പുതിയ സിനിമ വരുന്നു എന്ന് പറഞ്ഞു റേച്ചൽ. ആ റേച്ചൽ സിനിമയെ നമ്മൾ പോയി കണ്ട് നല്ലതാണെങ്കിൽ പ്രശംസിക്കണം, ചീത്തയാണെങ്കിൽ വിമർശിക്കണം. ഹണി റോസ് ഒരു പബ്ലിക് പേഴ്സണാലിറ്റി അല്ലേ? ആ പബ്ലിക് പേഴ്സണാലിറ്റിയോട് കുറച്ച് വിമർശനങ്ങൾ വരുന്നത് അവർക്ക് അസഹിഷ്ണുതയോടെ നേരിട്ടിട്ട് കാര്യമുണ്ടോ? വീണ്ടും വീണ്ടും ആ വസ്ത്രം ഇടുന്നോണ്ട് ഞാനാണോ രാഹുൽ ഈശ്വറാണോ ഇത് പറയുന്നത്? ഹണി റോസ് വരുമ്പോൾ എടുക്കുന്ന വൾഗർ ആംഗിളുകളും വൾഗർ ക്യാമറ കണ്ണുകളും മോശകരമായ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയുന്നതല്ലേ? അതിനെ ഏറ്റവും സഭ്യമായി മര്യാദയോടുകൂടി പൊതിഞ്ഞു കെട്ടി പറയുക മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. ഹണി റോസിനോട് എനിക്ക് ബഹുമാനവും ഇഷ്ടവും ആഗ്രഹവുമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ഹണി റോസിനെ വിമർശിക്കാൻ പാടില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടോ? ആ ക്രൈം ഹണി റോസിന്റെ ശരീരഭാഗങ്ങളെ ദ്വയാർത്ഥ പ്രയോഗത്തിലൂടെ വിമർശിക്കുന്നതോ പരാമർശിക്കുന്നതോ ആണ്. ഉദാഹരണം കുന്തി ദേവി പരാമർശം, അത് ശരിയല്ല. ഒരുപക്ഷെ അങ്ങ് ശ്രദ്ധിച്ചു കാണും. ബോച്ചെ മാപ്പ് പറയണമെന്നും ബോച്ചെ ചെയ്തത് തെറ്റാണെന്നും ആദ്യം പറഞ്ഞ വ്യക്തി ഒരുപക്ഷെ ഞാനായിരിക്കും. ബോച്ചെ മാപ്പ് പറയണമെന്ന് തന്നെ പറഞ്ഞു. എനിക്ക് ബോച്ചയെ വ്യക്തിപരമായിട്ട് അറിയാം. ബോച്ചയുടെ ലോക റെക്കോർഡ് പരിപാടി ഹോസ്റ്റ് ചെയ്ത് ഞാനാണ്. എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാവുന്ന മനുഷ്യനാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ബോച്ചെ അഭിനന്ദിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ ബോച്ചെ ഇത് ചെയ്തത് തെറ്റായിപ്പോയി, ബോച്ചെ മാപ്പ് പറയണം എന്ന് പറഞ്ഞ വ്യക്തിയായ ഞാൻ ബോച്ചയെ ന്യായീകരിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇത്രയും ചർച്ചകളിൽ ഞാനിരുന്നു. ഹണി റോസിനെതിരെയോ കുടുംബത്തിനെതിരെയോ ഒരു അധിക്ഷേപ പരാമർശം, ഒരു ആഭാസ വർത്തമാനം ഞാൻ പറഞ്ഞാൽ കാണിക്കാൻ പറ്റുമോ? ഇതല്ല ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ പറയില്ല. ഞാൻ വിമർശനം ഉണ്ടെങ്കിൽ നേരിട്ട് മുഖത്ത് നോക്കി ബഹുമാനപുരസ്സരം പറയും. തിരിച്ചു എന്നെ പറയാം, ഹണി റോസ് എന്നെയും ശക്തമായി വിമർശിച്ചു, അതിരൂക്ഷമായി എന്നെ കടന്നാക്രമിച്ചുകൊണ്ട് ഇയാൾ പൂജാരി ആവാത്ത നന്നായി, ഇയാൾ പൂജാരി ആയിട്ടുണ്ടായിരുന്നെങ്കിൽ സ്ത്രീകൾക്ക് ഡ്രസ് കോഡൊക്കെ നിർണ്ണയിച്ചേനെ എന്ന് പറഞ്ഞു. ഹണി റോസിന്റെ വിമർശനത്തെ ബഹുമാനിക്കുന്നു. ഹണി റോസും കൂടി ഇത്തരം കാര്യങ്ങളിൽ മൈൻഡ്ഫുൾ ആകണം, ശ്രദ്ധിക്കണം. ഹണി റോസ് ഇത്തരം കാര്യങ്ങൾ ചെയ്യണം. ഇനി രണ്ട്, ഹണി റോസിന് വിഷമം ഉണ്ടായി എന്ന് പറയുന്നു. ആ വിഷമത്തോടൊപ്പം നിൽക്കുന്നു, ആ വിഷമത്തോട് ഐക്യദാർഢ്യം പുലർത്തുന്നു. ഹണി റോസിന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഹണി റോസിന്റെ വിഷമത്തോട് ചേർന്ന് തന്നെ നിൽക്കുകയാണ്. പക്ഷേ ആ വിമർശനം സോഷ്യൽ ക്രിറ്റിസിസമാണ്, സാമൂഹിക വിമർശനമാണെന്ന് പറയുന്നു. പക്ഷേ രാഹുൽ ഈശ്വർ ഒരു ആഭാസമെങ്കിലും പറഞ്ഞെങ്കിൽ മറുവാദം പോലും ഇല്ലാതെ എന്നെ ജയിലിലിടണം, എന്നെ വിചാരണയൊന്നും ചെയ്യണ്ട. നിങ്ങൾ ഏതെങ്കിലും അത്തരമൊരു വാക്ക് ചൂണ്ടിക്കാണിച്ചാൽ, ഹണി റോസിനെ സംബന്ധിച്ചൊരു വാക്ക് ചൂണ്ടിക്കാണിച്ചാൽ എന്നെ വിചാരണ പോലും കൂടാതെ ജയിലിലിടണം. ഞാൻ മറുവാദം പറയുക പോലുമില്ല. ഞാൻ കോടതിയിൽ അഡ്മിഷൻ ഓഫ് ഗിൽറ്റി നടത്തിയേക്കാം. ഒരു വാക്കെങ്കിലും ഹണി റോസിനെ ഞാൻ മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിചാരണ കൂടാതെ എന്നെ ഈ 1 വർഷമോ 3 വർഷമോ ജയിലിലിടണമെന്നാണ് ഞാൻ പറയുന്നത്. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നതിന്റെ ഉപവകുപ്പായ ഡീസൻസി ആൻഡ് മൊറാലിറ്റി, ഹണി റോസിന്റെ വസ്ത്രധാരണവും ബോച്ചയുടെ സംസാര സ്വാതന്ത്ര്യവും ഇത് രണ്ടിനെ വിമർശിക്കാൻ ഇന്ത്യൻ ഭരണഘടനയിലെ അടിസ്ഥാനമായ ആർട്ടിക്കിൾ 19 ഡീസൻസി എന്നൊരു വകുപ്പ് തന്നെ ഉണ്ട്. ആ ഡീസൻസി, മര്യാദ, മിതത്വം, സഭ്യത, മാന്യത, ഇത് ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന വാക്കാണ്. ആ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 ഭാഗമായ റീസണബിൾ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ റീസണബിൾ ആയ യുക്തിസഹമായ നിയന്ത്രണങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു ക്ലോസ് ഉണ്ട്. ഇത് മാത്രമല്ല, ഡിഫമേഷൻ ഉണ്ട്, ഡീസൻസി ആൻഡ് മൊറാലിറ്റി ഉണ്ട്, പിന്നെ രാജ്യത്തിന്റെ താല്പര്യത്തിനെതിരെ പ്രവർത്തിക്കരുതെന്നുണ്ട്. ഇങ്ങനെ പല ക്ലോസുകളിൽ ഡീസൻസി ആൻഡ് മൊറാലിറ്റി എന്നൊരു ക്ലോസ് തന്നെയുണ്ട്. ശരി. ഒരു ജനാധിപത്യ സംവിധാനങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത്, അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ ഇനി മിണ്ടരുത്, കേസെടുക്കും എന്ന് പേടിപ്പിക്കുവാൻ സാധിക്കുമോ? ഇല്ല. ആരെങ്കിലും പേടിക്കുമോ? നിയമബോധമുള്ള ആരും പേടിക്കില്ല. ഇതൊക്കെ നടക്കും. എവിടെ? കിങ് ജോങ് ഉന്നിന്റെ കൊറിയയിൽ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.